ആർച്ചയ്ക്ക് ദേഷ്യം ഇരച്ചു കയറി. അവൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും കയ്യിലൊരു പിടി വീണു. അവൾ തിരിഞ്ഞു നോക്കി. അമ്മ, അവിടെ നിൽക്കാരു, അച്ഛൻ സംസാരിക്കും, നീ പോണ്ട, അവർ പതിയെ പറഞ്ഞു. ആർച്ച കൈ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും ജയശ്രീ അവളെ മുറുകെ പിടിച്ചു വെച്ചു. ദേ, വീടിന്റെ മുമ്പിൽ വന്നിന്ന് എന്റെ മോളെ കുറിച്ച് അനാവശ്യം പറയരുത്. കൃഷ്ണൻ കലേഷിന് നേരെ വിരൽ ചൂണ്ടി. തന്റെ മോൾക്ക് ചെയ്യാം, പറഞ്ഞതിനാണ് പ്രശ്നം. തന്റെ മോൾ ആരാടോഹേ? കലേഷിന്റെ ശബ്ദമുയർന്നു. സതീഷ് അയാളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളെ ചെറുക്കിനെ ഇവളെ ഒഴിവാക്കി തന്നെയാ. അത് ഇവളെ വേണ്ടാത്തോണ്ടാ. തന്റെ മോളും കൂടെ കല്യാണം മുടക്കി ഇവന്റെ തലയിൽ തൂങ്ങാനുള്ള പ്ലാനുമായിട്ട് ഇറങ്ങിയാലുണ്ടല്ലോ. അയാൾ കൃഷ്ണന്റെ ഷർട്ടിൽ കുത്തിപ്പിടിക്കാൻ ശ്രമിച്ചു. ആർച്ചയുടെ മുഖമിരുണ്ടു. കിച്ചു ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുന്ന അവൾ ശ്രദ്ധിച്ചു. ജയശ്രീയുടെ കൈ അവൾ ബലമായി പിടിച്ചു മാറ്റി. എന്റെ അച്ഛനാണമേ, എനിക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല. അവൾ പുറത്തേക്ക് ചാടിയിറങ്ങി. അപ്പോഴേക്കും ശരത്ത് മുന്നിലേക്ക് കയറുന്നു കലേഷിന്റെ കയ്യിൽ ബലമായി പിടിച്ചു മാറ്റി. അയാളുടെ നെഞ്ചിൽ തള്ളി പുറകിലേക്ക് നീക്കിർത്തുന്ന ശരത്തിനെ കണ്ട് അവളും നിന്നു. കൃഷ്ണകുമാറിനെയും നന്ദകുമാറിനെയും പുറകിലേക്ക് മാറ്റിർത്തി ഭരത്തും ആരവും കൂടെ മുന്നിലേക്ക് കയറി നിന്നു. ഞാൻ സമാധാനമായിട്ട് സംസാരിച്ചു തീർക്കാന്ന് അങ്കിൾ പറഞ്ഞോണ്ടാ ഇത്രയും സമയം നിങ്ങൾ പറഞ്ഞു കേട്ട് ഞങ്ങൾ മിണ്ടാണ്ടിരുന്നത്. കയ്യാങ്കളിയാണെങ്കിൽ വാ, നമുക്ക് തല്ലി നോക്കാം, എന്നിട്ട് സംസാരിക്കാം. അതാവുമ്പോ സംസാരിച്ചു തീർത്ത ഇവനിട്ട് രണ്ട് പൊട്ടിക്കാൻ പറ്റില്ലെന്ന് ഞങ്ങളുടെ വിഷമവും മാറും. ശരത്ത് കിച്ചുവിന് നേരെ വിരൽ ചൂണ്ടി. കഥയും തിരക്കഥയൊക്കെ എഴുതി തയ്യാറാക്കി വെച്ച സീനായിരുന്നു. ഒരാവശ്യമില്ലാതെ വലിഞ്ഞു കയറി വന്ന് ഡയലോഗ് അടിക്കുന്ന ശരത്തിന്റെ രൂപത്തിലുള്ള ട്വിസ്റ്റിനെ നോക്കി കിച്ചു പകച്ചു പണ്ടാരടങ്ങി നിന്നു. തൂലിക നഷ്ടപ്പെട്ട എഴുത്തുകാരനെ പോലെ. ധൈര്യം ഉണ്ടെങ്കിൽ നീ തല്ലി നോക്കടാ, ഞങ്ങളുടെ ചെറുക്കിനെ തൊട്ടാ കയ്യാൻ വിട്ടും. ആവേശമൂത്ത സുധീഷ് മുന്നോട്ട് ചാടി വീണ് ശരത്തിനെ പിടിച്ച് തള്ളി. കിച്ചു ശരത്തിനെ പൂച്ചിച്ച് ഞെളിഞ്ഞു നിന്നു. തള്ളിയത് മാത്രമേ എല്ലാവരും കണ്ടുള്ളൂ. ബാക്കിയുള്ളത് ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന അവസ്ഥയായിരുന്നു. അടികിട്ടിയ സുധീഷ് പോലും ഒന്നും കണ്ടില്ല. അടികിട്ടിയതിന് ശേഷം പിന്നെയൊന്നും കാണാനും പറ്റിയില്ല. പടക്കം പൊട്ടുന്ന പോലെ ഒരു ശബ്ദം മാത്രം എല്ലാവരും കേട്ടു. തൊട്ടുപുറകെ മുണ്ട് മടക്കി കുത്തിയ ഷർട്ടിന്റെ സ്ലീവ്സ് മടക്കി വെച്ച് കൈകുടയുന്ന ശരത്തിനെയും കണ്ടു. സുധീഷ് അവനെ തുറിച്ചു നോക്കി. വാസ്തവത്തിൽ കാണുമ്പോൾ പുള്ളിക്കാരെ തുറിച്ചു നോക്കുന്നതായി തോന്നുമെങ്കിലും കണ്ണിൽ നിറയെ മഞ്ഞ 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 ബൾബുകൾ കത്തി നിൽക്കുന്നതിനാൽ കണ്ണ് ചിമ്മാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണെന്നത് പുള്ളിയുടെ അന്തരംഗത്തിൽ മാത്രം ഓടുന്ന ഒരു തുണിയെടുക്കാത്ത സത്യമാണ്. ആരോടെങ്കിലും ഒന്ന് പറയാന്ന് കരുതിയ അല്പം മുമ്പ് കൈവിട്ടെന്ന് പറയാൻ തുറന്ന വായപ്പോൾ അടക്കാൻ പോലും പറ്റുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ ഇവന്റെ കൈവെട്ടാൻ പോയാലുള്ള അവസ്ഥ ദൈവമേ. ശരത്ത് അയാൾക്ക് നേരെ വിരൽ ഞൊടിച്ചു. ഓ, ഇനി തനിക്കെന്റെ ധൈര്യത്തിൽ വല്ല സംശയമുണ്ടോ? ഉണ്ടീ വാ, എല്ലാം തീർത്തിട്ട് പോയാ മതി. അയാളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. സുധീഷ് അതൊന്നും കേട്ടില്ല. അയാൾ കണ്ണു ചിമ്മി മഞ്ഞ 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 ബൾബുകൾ അണക്കാൻ നോക്കുകയായിരുന്നു. അണയ്ക്കാനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു. അധ്വാനിക്കുവിൻ വിജയം നേടും എന്നാണല്ലോ. ഇത് കൊള്ളാലോ, തെറ്റ് ചെയ്ത് നിങ്ങളുടെ വീട്ടിലെ പെൺകുട്ടി എന്നിട്ട് ചോദിക്കാൻ വന്ന ഞങ്ങളുടെ നേരെ കുതിര കയറുന്നോ? നന്നായിട്ടുണ്ട്. കലേഷ് വീണ്ടും മുന്നിലേക്ക് വന്നു. ഇത്തിരി മുമ്പ് പുള്ളി കിട്ടേണ്ട അടിയായിരുന്നു, ജസ്റ്റ് മിസ്. അതിൻ്റെ ഒരു പേടിയുള്ളതുകൊണ്ടാണ് എന്തോ ഇത്തവണ ശരത്തിന്റെ ഒരു കൈ അകലത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. സതീഷ് ഇതിലൊന്നും പെടാൻ നിൽക്കുന്നുണ്ട്. കണ്ടാലേ അറിയാം ഇതിലൊന്നും ഒരു താല്പര്യവും ഇല്ല. ആരോ നിർബന്ധിച്ച് കൊണ്ടുവന്നാണ്. സന്തോഷമെല്ലാം കൈവിട്ടു പോയല്ലോ എന്ന മട്ടിലും. താൻ കുറെ നേരമായല്ലോ അവള് തെറ്റിയതെന്ന് പറയുന്നു. തന്റെ കയ്യിൽ ആർച്ചയാണ് ഈ യുവാൻ മുടക്കിയെന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ? ഭരത്തിന്റെ ശബ്ദമുയർന്നു. അത് നിങ്ങൾ ആദ്യം അതിനു മറുപടി പറയും. അല്ലാതെ വീട്ടിൽ കയറുമെന്ന് എന്റെ പെങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ കേട്ടുകൊണ്ട് നിൽക്കാം. ഞങ്ങൾ കല്ലും മരമൊന്നല്ല. ആരവും കൃത്യസമയത്ത് മുന്നിലേക്ക് വന്നു. കിച്ചുവിന് അപ്പോഴാണ് ശ്വാസം നേരെ വീണ്. സ്റ്റോറി വീണ്ടും ട്രാക്കിലേക്ക് കയറി. കഥാകൃത്ത് ഞൊടിയിടയിൽ ഉണർന്നു. തൂലിക കയ്യിലെടുത്തു. എടുത്തു കൊടുക്ക, കേട്ടി രസിക്കട്ടെ. മഞ്ഞ 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 ബൾബുകൾ ഒക്കെ ഒരുവിധം അണച്ചു വെച്ച് സുധീഷ് അലറി. ഹൈസ്, അടി ചോദിച്ചു വാങ്ങിക്കാൻ ഇത്രയും ആക്രാന്തമുള്ള ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ദേവുവിന്റെ ആത്മഹത്യം കേട്ട് പത്മ ചിരിച്ചുപോയി. കിച്ചു ഫോൺ എടുത്തൊരു ഓഡിയോ പ്ലേ ചെയ്തു. ഇത് അനകക്ക് പോയ കോളാ. ഇതേപോലെ അനുജിനൊരു കോള് പോയിട്ടുണ്ട്. അവൻ ഫോൺ അവർക്ക് നേരെ നീട്ടിപ്പിടിച്ചു. ആർച്ചയുടെ ശബ്ദം കേട്ടു തുടങ്ങി. കിച്ചുവുമായി സ്നേഹത്തിലായിരുന്നെന്നും അവൻ തന്നെ ചതിച്ചെന്നും തന്നെ പോലെ ഒരുപാട് പെൺകുട്ടികളെ ചതിച്ചുവെന്നും തുടങ്ങി കിച്ചുവിനെ കുറിച്ച് വളരെ മോശമായി സംസാരിക്കുന്ന സംഭാഷണം അവസാനിച്ചപ്പോൾ കിച്ചു വിജയെ പോലെ എല്ലാവരെയും നോക്കി. ഇനി എന്താ പറയാനുള്ളത്? ഇത് ഇവളുടെ ശബ്ദത്തിൽ നിന്നാണോ? ഇനി അല്ലെന്ന് വായിച്ചാൽ തന്നെ ഇവള് വിളിച്ച നമ്പർ ഇവളുടെ സ്വന്തം പേരിലുള്ളതാ. അത് ഇപ്പൊ ഉപയോഗിക്കുന്നതല്ല, വേറെ ഒരെണ്ണം. പരിചയമുള്ള ഒരു പോലീസുകാരന്റെ സഹായത്തോടെ അതും കൂടെ ഉറപ്പിച്ചിട്ടാ ഞങ്ങൾ വന്ന്. കിച്ചു പറഞ്ഞു നിർത്തിയതും ആർച്ച അവനെ തന്നെ നോക്കി നിന്നു. അവന്റെ മുഖത്ത് ഒളിപ്പിച്ചു വെച്ച ആഹ്ലാദം, പ്രതികാരം എല്ലാം അവൾക്ക് വ്യക്തമായി കാണാമായിരുന്നു. മറ്റാര് കണ്ടില്ലെങ്കിലും എല്ലാവരുടെയും കണ്ണുകൾ ആർച്ചയിൽ പതിഞ്ഞു. ഒരു ഭാവഭേദമില്ലാതെ അവൾ നിൽക്കുന്നുണ്ട്. ആരു? വലിയച്ഛൻ വിളിക്കുന്ന കേട്ട് അവൾ തലയിരിച്ച് അയാളെ നോക്കി.
അയാൾ അവൾക്ക് നേരെ കുതിച്ചു വന്നു. മുഖത്തെ പേശികൾ ദേഷ്യം കൊണ്ട് വിറച്ച്. നാട്ടുകാരുടെ മുമ്പിൽ കുടുംബത്തെ മുഴുവൻ തലകുനിച്ച് നിർത്തിയപ്പോ നിനക്ക് സമാധാനയോടി അസത്തെ. നന്ദകുമാർ അവൾക്ക് നേരെ കൈവീശിയതും ഭരത അയാളുടെ കയ്യിൽ പിടുത്തമിട്ടു. നന്ദകുമാർ അവനെ രൂക്ഷമായി നോക്കി കൈകുതറിച്ചു. ഒരു ഭാഗം മാത്രമേ എല്ലാവരും ഇതുവരെ കേട്ടുള്ളൂ. ആർച്ചിക്ക് പറയാനുള്ള കൂടെ കേട്ടിട്ട് പോരാങ്കൾ, തല്ലുന്നതും കൊല്ലുന്നൊക്കെ. ഭരത് അയാൾ അല്പം പിറകിലേക്ക് നീക്കിർത്തി. ഒരു ദേഷ്യത്തിന് അവളെ തള്ളിക്കഴിഞ്ഞ് തെറ്റവളുടെ ഭാഗത്തല്ലെങ്കിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരും അങ്കിള്. അവളുടെ മുമ്പിലും സ്വന്തം വീട്ടുകാരുടെ മുമ്പിലും. അതൊക്കെ വേണോ? ഒരൽപ്പം ക്ഷമിച്ചാ നമ്മുടെ മുമ്പിൽ ഇതിന്റെ ഉത്തരവുണ്ടാവും. എന്നിട്ടാവാം തല്ലിലും കൊല്ലലും ഒക്കെ. ഭരത് തിരിഞ്ഞ ആർച്ചയെ നോക്കി. അവളിപ്പോഴും ആ പഴയ ഭാവത്തിൽ തന്നെ. കേട്ടിട്ടുണ്ട്. ഒരു കുലുക്കവും ഇല്ല. എന്തിന്റെ കുഞ്ഞാണോ എന്തോ. അവൻ നെടുവീർപ്പെട്ടു. ആർച്ച കൃഷ്ണകുമാരൻ മുമ്പിലേക്ക് ചെന്നു. അയാൾ അവിടെ ചുമലിലും തട്ടി. കണ്ണു ചിമ്മി പുഞ്ചിരിച്ച് അവൾ തിരിഞ്ഞ് കിച്ചുവിനെ നോക്കി. എന്റെ മറുപടി, ഞാൻ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് 100% ഉറപ്പുള്ളൊരു കാര്യത്തിന് നിങ്ങളോട് സംസാരിക്കേണ്ട ആവശ്യം പോലും എനിക്കില്ല. പക്ഷെ എൻ്റെ പേരിൽ ഇത്രയും ആരോപണം വന്ന സ്ഥിതിക്ക്, എൻ്റെ വീടിന് മുമ്പിൽ വന്നിന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഇനി ഇതിന്റെ സത്യാവസ്ഥ എനിക്കും അറിയണം. അവളും നിർത്തി എല്ലാവരെയും നോക്കി. ഒടുവിൽ ആ മിഴികൾ കിച്ചുവിൽ പതിഞ്ഞു നിന്നു. ഈ അനൂജ് ആരാണെന്ന് എനിക്കറിയില്ല. ഞാൻ അയാളെ വിളിച്ചിട്ടില്ല. അയാൾ ആരെങ്കിലും ആയിക്കോട്ടെ. ഞാൻ അയാളോട് സംസാരിക്കാൻ ഉപയോഗിച്ച എൻ്റെ പേരിലാണെന്ന് പറയുന്ന നമ്പറുണ്ടല്ലോ, അത് ഏത് നമ്പരാണെന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ആർച്ചയുടെ രൂക്ഷമായ നോട്ടത്തിൽ അവനൊന്ന് പതറി. അത് എൻ്റെ പേരിലുള്ള നമ്പരാണല്ലോ, അപ്പൊ എനിക്കറിയാൻ അവകാശമില്ലേ? എൻ്റെ അറിവിൽ ഞാൻ പ്രത്യേകിച്ച് വേറൊരു ഫോൺ നമ്പർ ഉപയോഗിക്കാത്ത സ്ഥിതിക്ക് അതെനിക്കറിയണം. ഇല്ലെങ്കിൽ ഈ നിമിഷം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാം. കിച്ചു നിന്ന് വിയർക്കുന്നവൾ ആസ്വദിച്ചിരിച്ചു. നമ്പർ ഇതാ കിച്ചു കേട്ടാ. ആർച്ച ഫോൺ എടുത്ത് അവനെ നോക്കി. എടുത്തു കൊടുക്കടാ, തമ്പുരാട്ടി കണ്ട് ബോധ്യപ്പെട്ടെ. സുധീഷ് അവൾക്ക് നേരെ ചീറി. തനിക്കുള്ള നല്ല ഒന്നാന്തരം പായസം അണ്ടിപ്പരിപ്പിട്ട് ഞാൻ തരാം. അയാളെ തുറിച്ചു നോക്കി ആർച്ച മുറുമുറുത്തു. കിച്ചൊരു പേപ്പർ അവിടെ നേരെ നീട്ടി. അനൂജിന്റെ കോൾ ഡീറ്റെയിൽസ്. അവൻ റൗണ്ട് ചെയ്തു വെച്ച നമ്പർ ആർച്ച തന്റെ ഫോണിൽ ഡയൽ ചെയ്തു. വിളിച്ചു നോക്കിയിട്ടും വലിയ കാര്യം ഉണ്ടാവില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ഗ്രീഷ്മ വന്ന് അവളുടെ കയ്യിൽ നിന്ന് ആ പേപ്പർ വാങ്ങിച്ചു നോക്കി. ദേവു ഫോണും. ആരു? ഗ്രീഷ്മ സംശയത്തോടെ ആർച്ചയെ നോക്കി. നിനക്ക് എത്ര മണിവരെ ക്ലാസ്? ഗ്രീഷ്മയുടെ ചോദ്യം കേട്ട് ആർച്ചയുടെ മുഖം ചുളിഞ്ഞു. ഗ്രീഷ്മയുടെ കയ്യിൽ നിന്ന് ആ പേപ്പർ വാങ്ങി അതിലൂടെ കണ്ണോടിച്ച് നോക്കവേ അവളുടെ മുഖം വിടർന്നു. ഈ നമ്പർ എൻ്റെ ID ഉപയോഗിച്ച് എടുത്താവും. പക്ഷേ ഇത് ഉപയോഗിക്കുന്നത് ഞാനല്ല. ഈ കോൾ വിളിച്ചത് ഞാനല്ല. ഇതിൽ ഈ പറയുന്ന ദിവസം ഇതേ സമയം കോളേജിൽ നേരത്തെ ഇറങ്ങി ഞാൻ ടൗണിലെ ജവഹർ ലൈബ്രറിയിലായിരുന്നു. പേപ്പർ ഉയർത്തിപ്പിടിച്ച് അവൾ കിച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി. കയ്യോടെ പിടിക്കപ്പെട്ട അങ്ങനെ പലതും പറയും രക്ഷപ്പെടാൻ. അത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല ഞങ്ങള്. കലേഷ് പരിഹസിച്ചു. അയ്യോ, സാറ് വിശ്വസിക്കണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. തെളിവ് സഹിതം നിങ്ങൾ വന്നുകൊണ്ട് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കേണ്ടത് എൻ്റെ ആവശ്യമാണല്ലോ. ആർച്ച ചിരിച്ചു. ഈ പറഞ്ഞ ലൈബ്രറിയിൽ ഇൻ ആൻഡ് ഔട്ട് രജിസ്റ്റർ ഉണ്ട്. കയറുമ്പോഴും ഇറങ്ങുമ്പോഴും സമയം എഴുതി സൈൻ ചെയ്യും. അതിനുള്ളിൽ കയറിയിട്ട് വിളിക്കാലോ. സുധീഷ് അവൾ പറയുന്നതിനിടയിൽ കയറി. ആവേശത്തിരി കൂടുതലല്ലേ ചേട്ടാ, അതുകൊണ്ടാണ് നേരത്തെ ഒന്ന് കിട്ടിയത്. അടങ്ങി നിൽക്ക് ചേട്ടാ, മുഴുവൻ കേട്ടിട്ട് കിടന്ന് ചാടാനുള്ള വള്ളി ഞാൻ തരാം. നന്നായി ഒന്ന് പുച്ഛിച്ച് വിട്ടു ആർച്ച. ലൈബ്രറിയിലേക്ക് കയറുമ്പോൾ തന്നെ ഫോൺ ഉൾപ്പെടെ കയ്യിലുള്ള ബാഗ് സാധനങ്ങളെല്ലാം പുറത്ത് സൂക്ഷിക്കണം. മുമ്പ് 1-2 തവണ അവിടെ ബുക്സ് മോഷണം പോയപ്പോൾ ഉണ്ടാക്കിയ റൂളാണ്. ഉള്ളിലേക്ക് വേണമെങ്കിൽ ആകെ കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഒരു ബുക്കും പേനയുമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. അതിനുള്ളിൽ മുക്കിലും മൂലയിലും വരെ ക്യാമറയും ഉണ്ട്. അതായത് അതിനുള്ളിൽ കയറിയ ഒരാൾക്കും ക്യാമറയുടെ നിരീക്ഷണത്തിലല്ലാതെ സമയം ചെലവഴിക്കാൻ പറ്റില്ല. വായിക്കാനെന്ന പേരും പറഞ്ഞ് അതിനുള്ളിൽ പ്രണയസല്ലാപം നടത്തുന്നത് തടയാനാണ് ഇത്തരം ഒരു ഏർപ്പാട്. പിന്നെ അതിനുള്ളിൽ നിന്ന് സംസാരിക്കാൻ ഒട്ടും പറ്റില്ല. ഇതിൽ പറഞ്ഞിരിക്കുന്ന സമയം ഞാൻ അവിടെയായിരുന്നത് എനിക്ക് നിസ്സാരമായിട്ട് തെളിയിക്കാൻ പറ്റും. ഇനിയും ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നാളെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഓഡിയോ ഒന്നല്ല, നല്ല ഒന്നാന്തരം വീഡിയോ തന്നെ കിട്ടും. അവൾ പറഞ്ഞു നിർത്തപ്പോഴേക്കും അവിടെ നിശബ്ദത പരന്നു. ആരു, ഇതിൽ പേര് മാത്രമേ നിന്റെ ഉള്ളൂ. മെയിൽ ID ഏതാ? അരുണിന്റെയാ? പെട്ടെന്ന് ദേവ് പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ആഴ്ച തിരിഞ്ഞു നോക്കി. പുറകിൽ ട്രൂ കോളർ ഓപ്പൺ ചെയ്ത് ഫോൺ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നവൾ നോക്കിയൊന്ന് കണ്ണു ചെമ്മി പതിയെ കിച്ചുവിന്റെ നേരെ നോക്കി. ദേവി പോലും എൻ്റെ കൂടെയാ. ആർച്ച കിച്ചുവിന് കേൾക്കാൻ മാത്രം നേരത്തെ ശബ്ദത്തിൽ പറഞ്ഞു. കിച്ചു പ്രേതത്തെ കണ്ട പോലെ വിളറി വെളുത്ത് നിന്നുപോയി. ഈ അരുൺ കിച്ചേടന്റെ ഫ്രണ്ട് അല്ലേ? കിച്ചുവിന്റെ പെട്ടിയിലേക്ക് അവസാനത്തെ ആണിയും അടിച്ച് ആർച്ച മനോഹരമായി ചിരിച്ചു. എല്ലാവരും പരസ്പരം നോക്കി. കിച്ചു ഇടം കണ്ടിട്ട് അച്ഛനെയും ചെറിയച്ഛനെയും നോക്കി. ദേഷ്യം കൊണ്ട് വിറക്കുകയാണ് രണ്ടുപേരും. ഒരു കാവടി കൂടെ ഉണ്ടെങ്കിൽ. അവൻ വലിയമ്മാവനെയും ചെറിയമ്മാവനെയും നോക്കി. പടക്കം പൊട്ടിച്ച് എന്നുള്ള എക്സ്പ്രഷൻ ഇട്ട് പരസ്പരം നോക്കി നിൽക്കുന്നുണ്ട്. തലകുനിച്ച് നിൽക്കുന്ന കിച്ചുവിനെ കാണെ ആർച്ചയ്ക്ക് പുച്ഛം തോന്നിപ്പോയി. ഇങ്ങനെ ഒരുത്തനെയാണല്ലോ താൻ സ്നേഹിച്ചെന്നോർത്ത് സ്വയം പഴിച്ചു. പ്രണയിച്ച് നടന്നിരുന്ന ദിവസങ്ങളിൽ ഒരിക്കൽ പോലും കിച്ചുവിന്റെ ഇങ്ങനെ ഒരു മുഖം താൻ ശ്രദ്ധിച്ച പോലില്ലെന്ന് അവൾ ഓർത്തു. ഒരുപക്ഷെ അത് തന്റെ തോൽവിയായിരുന്നു.
ഒരിക്കലും കിച്ചുവിൻ്റെ തെറ്റുകൾ കാണാൻ താൻ ആഗ്രഹിച്ചിരുന്നില്ല, അതിനിഷ്ടപ്പെട്ടിരുന്നില്ല. അവൻ്റെ സ്വപ്നങ്ങളും പിന്നെ നിരാശകളുമായിരുന്നു അന്ന് കൂടുതൽ പ്രാധാന്യത്തോടെ നിറഞ്ഞു നിന്നിരുന്നത്. അവൻ്റെ ഉള്ളിൽ ഇത്രത്തോളം സ്വാർത്ഥനായ ഒരു മനുഷ്യനുണ്ടെന്ന് തിരിച്ചറിയുന്ന പോലും ഇപ്പോഴാണ്. അറിയാൻ താൻ ഒരിക്കലും ശ്രമിച്ചിരുന്നില്ല. ഫോണും ചാറ്റും കോളും ഒക്കെയായിരുന്നു ലോകം. അച്ഛനെയും അമ്മയെയും അവഗണിച്ച ദിവസങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലെങ്കിലും കണ്ണു തുറന്ന് നോക്കിയിരുന്നുവെങ്കിൽ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. പ്രണയവും സൗഹൃദവും അവരോടുള്ള അമിത വിശ്വാസവും കണ്ണുമൂടിയിട്ടുള്ള അവസ്ഥയിൽ എന്ത് ചിന്തിക്കാൻ. പ്രേമത്തിന് കണ്ണില്ല, മൂക്കില്ല, ഒന്നുമില്ല, തലച്ചോറുമില്ല. അതും കൂടെ പണയം വച്ചല്ലേ പ്രേമിച്ചത്. ആർച്ച നെടുവീർപ്പിട്ടു. ദേവി, ഇവനെങ്ങാനും എന്നെ കെട്ടിയിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായേനെ. ഇവൻ എന്നെ തേച്ചത് നന്നായി. തലേന്ന് കുടഞ്ഞ് അവൾ കിച്ചുവിനെ തുറിച്ച് നോക്കി. പിന്നെ അവൻ തേച്ചു എന്ന് മനസ്സിലായ രാത്രി ബാലാമണി കളിച്ച് ഞാൻ മറന്നിട്ടില്ല. പിന്നെ എൻ്റെ കൊച്ചല്ലേ, പോട്ടേന്ന് വെച്ചിട്ടാ. അടിപ്രദർശനത്തിൽ ഞാനതങ്ങ് ഒഴിവാക്കി വിട്ടു. ഫൈറ്റ് സീന് കാണാൻ കണ്ണുമിഴിച്ചിരിക്കുന്നതിനിടയിൽ ആർച്ചയുടെ ആത്മതം കേട്ട് ദേവി മുഖം വീർപ്പിച്ചു. സന്തോഷ് സാറേ, ആ അരുണെ വിളിച്ച് വരാൻ പറയേ. 5 മിനിറ്റിനുള്ളിൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. ആർച്ച പറഞ്ഞു. സന്തോഷ് ആലോചനയോടെ നിന്നു. സംഭവങ്ങളുടെ കിടപ്പുവശം അയാൾക്ക് ഏകദേശം ബോധ്യപ്പെട്ടിരുന്നു. കിച്ചുവിനെ നോക്കി അയാൾ പല്ലിറിമി. സതീഷും. അതൊന്നും വേണ്ട. പെട്ടെന്ന് കലേശിന്റെ ശബ്ദമുയർന്നു. അയാൾ അവരുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. സതീഷ് അയാളെ തറപ്പിച്ച് നോക്കി. സംഭവിച്ചു. കൃഷ്ണകുമാറിനോട് സൗകര്യം പോലെ കാര്യം സംസാരിച്ചെടുക്കുക പറഞ്ഞിട്ടും കിച്ചുവിന്റെ വാക്കും കേട്ട് ചാടി ഇറങ്ങി വന്ന് ഇയാൾ ഒറ്റ ഒരുത്തനാ. ഇവിടുത്തെ കുട്ടിയെല്ലാം തെളിഞ്ഞില്ലേ? അതോടെ ആ പ്രശ്നം തീർന്നു. ബാക്കി നോക്കാൻ ഞങ്ങൾക്കറിയാം. വാടാ. കിച്ചുവിനെ വിളിച്ച് അയാൾ തിരിഞ്ഞിടന്നു. കിട്ടിയതക്കതിന് പുറത്തിറങ്ങിയില്ലെങ്കിൽ എല്ലിന്റെ എണ്ണം കൂടാനും പല്ലിന്റെ എണ്ണം കുറയാനും സാധ്യതയുണ്ടെന്ന അയാളുടെ സമർത്ഥവും താത്വികവുമായ അവലോകനത്തിൽ തെളിഞ്ഞ് കണ്ടിരുന്നു. ഭരത് അയാളുടെ മുമ്പിൽ കയറിന്ന് വഴി തടഞ്ഞു. അങ്ങനെ പോവാൻ വരട്ടെ. നിങ്ങൾക്ക് പറയാനുള്ളതും ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. ഇനി ഇവിടെ ഉള്ളവർക്ക് പറയാനുള്ളത് കൂടെ കേട്ടിട്ട് പോയാൽ മതി. അത് പറയാൻ നീ ആരടാ? കലേഷ് അവന് നേരെ ചീറി. മൂക്കിന് നേരെ മിന്നായം പോലെ വരുന്ന കണ്ടു. പെട്ടെന്ന് വിളിച്ചൊക്കെ അണഞ്ഞു. ഷടയെന്ന് തിരിച്ചു വന്നു. ഇത്ര പെട്ടെന്ന് ജലദോഷം വന്നോ? മൂക്കിലൂടെ എന്തോ അരിച്ചിറങ്ങുന്ന പോലെ തോന്നി. കലേഷ് പതിയെ തൊട്ടി നോക്കി. അയ്യോ ചോര! നിലവിളിയോടെ ഒരു കൈകൊണ്ട് മൂക്ക് പൊത്തി മറുകയിലേക്ക് നോക്കി. പിന്നെ ഭരത്തിനെയും. സുധീഷ് അവന് നേരെ ചീറിയെടുത്തു. ശരത്ത് അയാളെ പൂച്ചക്കുഞ്ഞിനെ പോലെ തൂക്കിയെടുത്തു. തനിക്ക് ബോക്സിംഗ് അറിയാമോ? ഇവനിതെന്ത് കുന്താണ് പറയുന്നെന്ന മട്ടിൽ സുധീഷ് അവനെ തുറിച്ചു നോക്കി. അവനറിയാം, ദേഷ്യം വന്നാൽ പിന്നെ അവന് കണ്ണു കാണില്ല. തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. നേരത്തെ കിട്ടിയതുപോലെ ആവില്ല. ആ ഈ ഓ ഓ എന്നൊക്കെ സംസാരിക്കേണ്ടി വരും. ശരത്ത് അയാളുടെ ചുമലിൽ പതിയെ തട്ടി. ആർച്ച കണ്ണു മിഴിച്ച് അവനെ നോക്കി. പിന്നെ തന്റെ മൂക്കും തൊട്ടു നോക്കി. പതിയെ തലചരിച്ച് ഭരത്തിനെ നോക്കി. കുഞ്ഞിരാമ, എന്റെ മൂക്ക്. അവൾ മൂക്കിലൊന്ന് തടവി. സന്തോഷ് പെട്ടെന്ന് അരുണിനെ നമ്പർ ഡയൽ ചെയ്തു. കാര്യമൊന്നും പറയാതെ പെട്ടെന്ന് ആർച്ചയുടെ വീട്ടിലേക്ക് എത്താൻ പറഞ്ഞു. ആർച്ചയുടെ വീട്ടിലേക്കുള്ള വഴി മുഴുവൻ അരുൺ എന്താണ് കാര്യമെന്ന ചിന്തയിലായിരുന്നു. അവിടെ എത്തിയതും കൂടെ നിൽക്കുന്ന ആൾക്കാരെ കണ്ടാവും പകച്ചുപോയി. ആ കയറി വാരുൺ ചേട്ടാ. ആർച്ച അവനെ ക്ഷണിച്ചു. തലയും താഴ്ത്തി നിൽക്കുന്ന കിച്ചുവിനെ കൂടെ കണ്ടതോടെ തലയിൽ അയ്യോ പണിവാളിയിലോ മൂളാൻ തുടങ്ങി. ഒരൊറ്റ കാര്യം അറിയാനാ, ഈ നമ്പർ ഉപയോഗിക്കുന്ന അരുണേട്ടനാണോ? ആർച്ച ഫോൺ അവന് നേരെ നീട്ടിപ്പിടിച്ചു. നമ്പർ തിരിച്ചറിഞ്ഞ് അവന്റെ മുഖം വിവരണമാവുന്ന കണ്ട് അവൾ ചുണ്ടുകൊട്ടി ചിരിച്ചു. അപ്പ ആണ്. ഇനി ചോദിക്കൂ സന്തോഷ് സാർ, ഇയാളും സാറിന്റെ മോനും കൂടി എന്തിനാ വിവാഹം മുടക്കാൻ ശ്രമിച്ചെന്ന്? പിന്നെ എന്നെ വിളിച്ച് പറഞ്ഞ എല്ലാ അനാവശ്യവും ഇവരെ രണ്ടുപേരെയും പറയണം. അച്ഛൻ്റെയും അമ്മയുടെയും വളർത്തുദോഷവും പറയണം. ഇല്ലെങ്കിൽ ഇവിടെ വന്ന് മനഃപൂർവ്വം അപമാനിച്ചതിന് മാനസിക പീഡനം, വീട്ടിൽ കയറി സംഘം ചേർന്ന ആക്രമണം, പിന്നെ എൻ്റെ ID പ്രൂഫ് എൻ്റെ അനുവാദം കൂടാതെ ഉപയോഗിച്ച് സിം എടുത്ത് ഒക്കെ ചേർത്ത് ഞാനൊരു പരാതി കൊടുക്കാം. തെളിവുണ്ടല്ലോ. എന്താ? അവളുടെ ചോദ്യത്തിൽ സന്തോഷം നിന്നുരുകി. ആർച്ച ചുണ്ടുകൂട്ടി ചിരിച്ചു. അവൾ അരുണിനെ നോക്കി. ഈ നിൽക്കുന്നവൻ അറിയാത്ത താൻ ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നോട് കൂടുതൽ ചോദ്യം പറച്ചിലൊന്നുമില്ല. അരുൺ നിന്ന് പരിങ്ങി. അവൻ കിച്ചുവിനെ പാളി നോക്കി. മുഖത്ത് പൊടിഞ്ഞ വിയർപ്പ് തുടച്ച കിച്ചു 2 വശത്തേക്കും പതിയെ നോക്കി. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. ഇരുവശത്തും ആരവും ശരത്തും നിൽക്കുന്നുണ്ട്. അടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. കണ്ടം വഴി ഇറങ്ങി ഓടിയാലോ? അവൻ ചുറ്റും നോക്കി. ഏത് സമയത്താണ് എന്തോ മനസ്സിൽ തലയിട്ട് അടിച്ചുകൊണ്ട് കിച്ചു സ്വയം പഴിച്ച്. ഇവൻ എന്നോട് ചാണകൊഴിച്ചതിൻ്റെ ദേഷ്യ. പക്ഷെ തനിക്ക് അറിഞ്ഞോ അറിയാതെയോ ഒരു ദ്രോഹം ഞാൻ ചെയ്തിട്ടില്ല. ആർച്ചയുടെ സ്വരമിടറി. കണ്ണു നിറഞ്ഞു. ഒരു കാര്യം ചോദിച്ചോട്ടെ, തൻ്റെ പെങ്ങളാണ് എൻ്റെ സ്ഥാനത്തെങ്കിൽ താൻ ഇവളെ എന്ത് ചെയ്യായിരുന്നു? ഞാൻ തൻ്റെ പെങ്ങളെന്നല്ലല്ലോ അല്ലേ? അപ്പം പിന്നെ ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഞാൻ എൻ്റെ സ്വന്തം ഏട്ടനെ പോലെയാണ് നിങ്ങളെ കണ്ടത്. വീട്ടിൽ തനിക്കൊണ്ടൊരു പെങ്ങള്. ഇതുപോലെ എന്തെങ്കിലും അവളോട് ആരെങ്കിലും ചെയ്യണം.
അപ്പോഴേ മനസ്സിലാവും. നന്നായി ഓർത്തു. അവൾ അരുണിന് നേരെ വിരൽ ചൂണ്ടി. ഒരിക്കലും ആർച്ചിയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് നോക്കിയില്ല. ശരിയാണ്, തനിക്കൊരു ഉപദ്രവം ചെയ്തിട്ടില്ല. അവൻ ആർച്ചിയെ നോക്കി തലകുനിച്ച് നിന്നു. ഒന്നും വേണ്ടായിരുന്നു എന്ന ചിന്ത മനസ്സിൽ നിറഞ്ഞു. കിച്ചുവിന്റെ വിഷമം കണ്ടപ്പോൾ കൂടെ നിന്നുപോയതാണ്. ഇളയിൽ പിന്നെന്ത് കൂട്ടുകാരൻ കുഴിയിൽ വീണാ മുന്നും ചിന്തിക്കരുത്, കൂടെ ചാടിക്കോണം, നൻപണ്ട. സത്യം തുറന്നു പറഞ്ഞാൽ ഈ പ്രശ്നം അവിടെ തീർക്കാം, ഇല്ലെങ്കിൽ ഉറപ്പായി ഞാൻ പരാതിപ്പെടും. എല്ലാവരെയും മാറി മാറി നോക്കിക്കൊണ്ട് ആർച്ച പറഞ്ഞു. അരുൺ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. ആരടി തുടങ്ങിനെന്ന മട്ടിലാണ് എല്ലാവരും നിൽക്കുന്നത്. ഇതൊക്കെ ചെയ്ത കിച്ചുവാ, എനിക്കൊരു പണി തരണമെന്ന് അവൻ പറഞ്ഞു. നിങ്ങളുടെ പ്രണയത്തിന്റെ പേരും പറഞ്ഞ് വിവാഹം മുടക്കാൻ ശ്രമിച്ച എല്ലാവരും എനിക്കെതിരെ തിരിയുന്ന കണക്കൂട്ടി. ഒരു മിനിറ്റ്, ഇതിനിടയിൽ കല്യാണം മുടങ്ങിയാലോ? പെട്ടെന്ന് ആർച്ച ഇടയിൽ കയറി ചോദിച്ചു. അത് ആദ്യ ഇതിനുണ്ടായ ഉത്സാഹമൊന്നും കിച്ചുവിന് ഇപ്പോൾ യുവാത്തിനില്ല. മുടങ്ങട്ടെ എന്നായിരുന്നു. പിന്നെ തീയതി വരെ നോക്കി തീരുമാനിച്ച സ്ഥിതിക്ക് ഈ പ്രശ്നം എന്തായാലും സംസാരിച്ച് തീർക്കുന്നു അവനറിയാം. അതിനുള്ളിൽ നിന്നെ ഒന്ന് നാണം കെടുത്തി വിടണമെന്നായിരുന്നു പ്ലാന്. പിന്നെ കിത്തുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന എൻ്റെ ID പ്രൂഫിൻ്റെ കോപ്പി എടുത്ത് സിം എടുത്തു. ഫോട്ടോ എൻ്റെ ഫോണിലുണ്ടായിരുന്ന എഡിറ്റ് ചെയ്ത് ശരിയാക്കി. പിന്നെ ശബ്ദമായിട്ട് സംസാരിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ടിനെ ഏർപ്പാടാക്കി. പറഞ്ഞു തീരുന്നതിന് മുമ്പ് അരുണിൻ്റെ മുഖത്ത് ആദ്യത്തെ അടി വീണു. കവിള് പൊത്തിപ്പിടിച്ച് അവൻ നേരെ നോക്കി. ആർച്ച മുന്നിൽ നിന്ന് പല്ലടിക്കുന്നുണ്ട്. ഏട്ടനെ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കണ്ണുമിഴിച്ചു. ആർച്ചയുടെ മുഖം ചുവന്നു. നിന്നെ പോലെ ഇത്രയും തരം താഴ്ന്ന പണിയുന്ന ഒരുത്തിനെ ഏട്ടനെന്ന് വിളിക്കാൻ എനിക്ക് വട്ടല്ലേ? ആർച്ച അവന് നേരെ ചീറി. ഇതൊക്കെ കണ്ട് പകച്ചു നിന്ന കിച്ചുവിന്റെ മുഖത്ത് രണ്ടാമത്തെ അടി വീണു. ആർച്ച അവന് നേരെ വിരൽ ചൂണ്ടി നിന്ന് വിറച്ചു. അന്ന് നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് നിന്റെ അനിയത്തെ ഞാൻ മറന്നു കളഞ്ഞതാ. ദേഷ്യമില്ലാത്തതോ പ്രതികാരം ചെയ്യാൻ അറിയാത്തതൊന്നുമല്ല. നിങ്ങൾ രണ്ടുപേരും എന്നെ സംബന്ധിച്ച് ജീവിച്ചിരിക്കുന്ന പോലുമില്ല. പക്ഷെ വീണ്ടും നീ എന്നെ ചൊറിയാൻ വന്നു. വേണ്ടാന്ന് കരുതി ഒഴിവാക്കി വിട്ടതാ. പക്ഷെ നീ ചോദിച്ചു വാങ്ങിക്കുക. കുറച്ചു ദിവസം മുമ്പ് മാറ്റിവെച്ച വെടിക്കെട്ടിന് അവൾ സന്തോഷപൂർവ്വം തിരികൊളുത്തി. പിന്നെ അത് പരത്തും ശരത്തും ആരവും ഏറ്റെടുത്തു. ഏറുപടക്കം, ഓലപ്പടക്കം, മാലപ്പടക്കം, ഗുണ്ട്, ഗർഭം കലക്കി തുടങ്ങിയവ താളത്തിൽ പൊട്ടി തുടങ്ങി. ഓരോന്നും പൊട്ടുന്നതിനനുസരിച്ച് കിച്ചുവിന്റെയും കൂട്ടരുടെയും കണ്ണിൽ വിവിധ രൂപത്തിലുള്ള തിളക്കത്തിലുമുള്ള നക്ഷത്രങ്ങൾ തെളിഞ്ഞു മറിഞ്ഞു കൊണ്ടേയിരുന്നു.